വെൽക്കം ബാക്ക് ടു കോഴിക്കോടൻ അടുക്കള. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ബേക്കറി സ്റ്റൈൽ പഫ്സിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ മുട്ട പഫ്സാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. വെറുതെ ബേക്കറിയിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ നന്നായിട്ട് മുട്ടയും മസാലയൊക്കെ ഉണ്ട്. അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പഫ്സിനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പച്ചമുളകാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കറിയാമല്ലോ, പഫ്സിൻ്റെ ഉള്ളിലുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് താളിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റിയെടുക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഉള്ളി വാട്ടുന്നതിന് കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാനും വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മാവ് കുഴച്ചെടുക്കുകയാണ്. അതിന് 250 ml കപ്പിൽ മുഴുവനായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ബട്ടർ. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഡാൽഡ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ഉണ്ടായതുകൊണ്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ നല്ല തണുത്ത വെള്ളം വേണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. 1 കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. ബാക്കി വരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ ടവൽ വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ എടുത്ത മുഴുവൻ വെള്ളവും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ആവശ്യത്തിന് മൈദ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഒരു റോളർ വെച്ചിട്ട് ഇതേപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നാക്കിയിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത്. 100 ഗ്രാം ഡാൽഡ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കൈ വെച്ച് തന്നെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വീണ്ടും ടവൽ വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. സിമ്പിളാണ്, പക്ഷെ സമയം എടുത്ത് ചെയ്യണം. കഴിഞ്ഞിട്ടുണ്ട്. പൊടിയിട്ട് വീണ്ടും നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ അവസാനത്തെ ഭാഗം നേരത്തെ പോലെ തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യേണ്ടത്. ഇതേപോലെ വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഇത് സിമ്പിളാണ്, പക്ഷേ സമയം എടുത്താലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് വീണ്ടും ടവൽ വെച്ച് അടച്ച് വെയിറ്റ് ചെയ്യാം. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിട്ട് വീണ്ടും പരത്തിയെടുക്കണം. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ കുറച്ച് സമയം എടുത്ത് ചെയ്താലേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ ലെയറൊന്നും ശരിയായി വരില്ല. ഇനി നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെയ്യ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ നെയ്യല്ല കേട്ടോ, ബേക്കറിയിൽ ശരിക്കും മാർജറിനാണ് ഉപയോഗിക്കുന്നത്. മാർജറിൻ നമുക്ക് കുറഞ്ഞ എമൗണ്ടിലൊന്നും വാങ്ങാൻ പറ്റില്ല. 10-15 കിലോൻ്റെ ഒക്കെ ടിന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ അല്ലല്ലോ, നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യല്ലേ. അതുകൊണ്ടാണ് ഞാൻ മാർജറിൻ്റെ കാര്യം പറയാഞ്ഞത്. കറക്റ്റായിട്ടുള്ള രീതി മാർജറിൻ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഡാൽഡ ഉപയോഗിച്ച് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ ബേക്കറിയിൽ ഉപയോഗിക്കുന്നത് മാർജറിനാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെ സാരി ഫോൾഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സാരി ഫോൾഡ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ആവശ്യത്തിന് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ പോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ പഫ് ഷീറ്റ് റെഡി ആയി കിട്ടും. നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പരത്തി മുറിച്ചെടുത്താൽ നമ്മുടെ പഫ് ഷീറ്റ് റെഡിയായി. ഓവർ തിന്നായിട്ട് പരത്തിയെടുക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയിട്ട്. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരു 6 എണ്ണമാണ് കേട്ടോ കിട്ടുക. 6 എണ്ണത്തിൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇരട്ടി വേണമെങ്കിൽ ഇരട്ടിയായിട്ട് യൂസ് ചെയ്താൽ മതി എല്ലാ അളവുകളും. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പഫ് ഷീറ്റും വെള്ളം വെച്ച് നന്നായിട്ട് നനച്ചെടുക്കാം. ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കാം. ഞാനൊരു അലുമിനിയ തട്ടിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സേഫ് ആണല്ലോ, അപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. ഇത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും തേച്ച് കൊടുക്കണം കേട്ടോ. ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാന്, ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ്. അത് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് വെച്ചെടുക്കാം. ഇത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. പഴയ പാനാണ്. എപ്പോഴും ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒരു പഴയ പാൻ ഉണ്ടെങ്കിൽ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കാരണം നല്ല പാന് ചീത്തയായി പോകും ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായതിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനിയൊരു 35-40 മിനിറ്റ് കഴിയുന്നത് വരെ തുറന്നു നോക്കാണ്ടിരിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറാണ് ഇതിൻ്റെ സമയം കേട്ടോ. 1 മണിക്കൂറായപ്പോൾ മാത്രമാണ് എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുള്ളത്. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴും 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കറക്റ്റ് ഈ കളറൊന്നും വന്നിട്ടില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റായി. പിന്നെ എല്ലാവരുടെ അടുപ്പും ഒരേ ചൂടാവണം എന്നില്ല. എൻ്റെത് കുറച്ച് കുറവുള്ളതായതുകൊണ്ടായിരിക്കും ഇത്രയും സമയം എടുത്തത്. ഏതായാലും ഇടയ്ക്കിടെ തുറന്ന് നോക്കണം കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ അളവിൽ കാണിച്ചത് നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഇതേ അളവ് ഫോളോ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ടുള്ള എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി അളവൊക്കെ കൃത്യമാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായി കാണുന്നത് വരെ ബൈ.